ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് അവർ ചാനൽ ഡെയിലി വ്ളോഗ്സ് ബൈ കൃഷ്ണ. ഇന്ന് ഞങ്ങളൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ വ്ളോഗ് എടുത്തിട്ട്. അപ്പം എൻ്റെ ഒമാനിലെ സഹവാസം ഏകദേശം തീരാറായി. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ലേട്ടാ. പോവാം. നമ്മൾ എവിടേക്കാണ് പോണേന്ന്, എന്തൊക്കെയാ പരിപാടി? ലുലുലും അതേമാതിരി മാർക്കാൻസേലും, പിന്നെ എയർപോർട്ടിലും. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പം ആദ്യം പോകുന്നത് ലുലുവിലേക്കാണ്, പിന്നെ മാർക്കാൻസേവിൽ പോകണം. അതിനുശേഷം നമുക്ക് നാട്ടിൽ നിന്ന് ഒരു പെട്ടി വരുന്നുണ്ട് ഗൈസ്. നമുക്ക് അന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മമാർ കൊടുത്തയച്ചതാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് കഴിക്കാനും ഏട്ടന് കുറച്ച് ഡ്രസ്സും അങ്ങനെ ചില്ലറ ഐറ്റംസൊക്കെ ആയിട്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോകണം. അപ്പം എന്തായാലും ലുലുവിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ കാണുന്നത്. നല്ല ഭംഗിയാണ് ഇവിടുത്തെ പള്ളികളൊക്കെ കാണാൻ കേട്ടോ. പെരുന്നാളിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ഒരു വിധത്തിലാണ് അവിടെ എത്തിയത് തന്നെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, പാർക്കിങ്ങും ഒന്നും ഇല്ലാണ്ട് കുറച്ച് കറങ്ങി. പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി നടക്കുകയാണ് പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നു ലുലുവിലും എല്ലാ മാളിലും അതേപോലെ ഹൈപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ഇപ്പം ഭയങ്കര ഓഫർ നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയും തിരക്കെന്ന് തോന്നുന്നുണ്ട്. വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും തിരക്ക് കാണുന്നത്. നമുക്ക് ഉള്ളിലേക്ക് പോവാട്ടോ. ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഭയങ്കര നോയ്സായിരുന്നു. ഒരുപാട് പേരും വണ്ടിയുടെ ബഹളവും അങ്ങായിട്ട് അങ്ങനെ ഭയങ്കര നോയ്സാണ് വീഡിയോസിലൊക്കെ. അത് കാരണമാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ലുലുവിൽ കയറിയിട്ട് അതുപോലെ അധികം വിഷ്വൽസൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ ഒരുപാട് പേരുള്ളത് കാരണം, അറബികളായിട്ടുള്ള ലേഡീസും ഒക്കെ വരുന്നത് കാരണം അവർ പ്രൈവസിയുടെ ഭാഗമായിട്ട് അങ്ങനെ വീഡിയോസ് എടുക്കാൻ അങ്ങനെ സമ്മതിക്കില്ല. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് മാത്രമുള്ള സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. ലുലുവിൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് കൂടുതൽ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ അറേബ്യൻസിൻ്റെ ഇടയിൽ പൊതുവെ നമ്മളങ്ങനെ ഇതായിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവർ വന്ന് പറയും. അപ്പോൾ ഒരു തവണ ഞങ്ങൾ വന്നപ്പം സെക്യൂരിറ്റീസ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അധികം വിഷ്വൽസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് നിന്നിട്ട് കാണാം. നമ്മളെ സെക്കൻഡ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ, മാർക്കാൻസേവ്. പർച്ചേസിങ് കഴിഞ്ഞ് ഞാൻ ആകെ ടയേർഡാണ്. സമയം 2 മണി കഴിഞ്ഞില്ലേ? 2 മണി കഴിഞ്ഞു. നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടുകാരുടെ ഒരു ചേട്ടൻ. അപ്പോൾ പുള്ളി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. വീട്ടിൽ നിന്ന് ഞങ്ങളുടെ അമ്മമാർ കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇപ്പോൾ മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളെ കിട്ടിയിട്ടോ. അപ്പോൾ അവർ നാട്ടുകാരാണ്. അപ്പം കണ്ടപ്പം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധനം നമുക്ക് വീട്ടിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ആ ചേട്ടനോട് വന്ന ചേട്ടനാണത്. എല്ലാ പ്രാവശ്യം പുള്ളി നാട്ടിൽ പോയി വരുമ്പോൾ ഇതേപോലെ
കസമിയ പൂക്കട്ടുമല. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഭയങ്കര ടയർഡാണ്. പോയി ഒന്ന് കിടന്നുറങ്ങട്ടെ. നാളെ എന്നെ ലീവായതുകൊണ്ട്, നാളെ അല്ലേ ഇന്ന് ലീവ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ സമയം 4 മണി ആവാനായി തുടങ്ങി. ഞങ്ങൾ ഇന്നലെ ഇപ്പോൾ ഇവിടുന്ന് 8:30 ആയപ്പോൾ ഇറങ്ങിയതാണ് പർച്ചേസിന്. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും അതും ഇതും ഒക്കെ കഴിഞ്ഞ് എയർപോർട്ടിൽ പോയി പെട്ടിയും എടുത്ത് വന്നപ്പോഴത്തേക്കും 4 മണിയായി. ഇനി പോയി ഒന്ന് കുളിക്കണം, കിടക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ